ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒയാസിസ് മീഡിയയുടെ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ സൗന്ദര്യാത്മകമായി ക്രിസ്തു പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായ ചില ചിന്തകളും ചില യാഥാർത്ഥ്യങ്ങളും അപ്പോൾ തന്നെ ധാർമ്മികമായ ഒരുപാട് മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. മത്തായി ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മാനവ മനുഷ്യന് ക്രിസ്തു നമുക്ക് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദൈവരാജ്യത്തിലെ രാജാവ് ക്രിസ്തുവാണ് എന്ന് നമുക്ക് വെളിപ്പാട് നൽകുന്നുണ്ട്. മൂന്ന്, ഈ ഗിരിപ്രഭാഷണത്തിലെ ദൈവരാജ്യത്തിന് ഒരു ശക്തിയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ദൈവരാജ്യത്തിന് ഒരു ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ് ഉണ്ട് എന്നുകൂടെ പഠിപ്പിക്കുന്നു. എന്നാൽ ആ ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ ശിഷ്യന്മാർക്ക് അപകടകരമായ ചില സന്ദേശങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ വിശദമാക്കുന്നത് ഗിരിപ്രഭാഷണത്തിലെ ശിഷ്യത്വത്തെക്കുറിച്ചും അതിലെ അപകടാവസ്ഥകളെക്കുറിച്ചുമുള്ള വളരെ മനോഹരമായ വിവരണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഈ 6-ാം അധ്യായത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത് കപടഭക്തി അപകടമാണ് എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മനുഷ്യനെ വ്യാകുലപ്പെടുത്തുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിവരണമാണ് കർത്താവ് നമുക്ക് ഈ ഭാഗത്തുകൂടെ വിശദമാക്കി നൽകുന്നത്. നമ്മുടെ ആങ്സൈറ്റി, വ്യാകുലത, അതൊരു വലിയ അപകടകരമായ സാഹചര്യം എന്ന വണ്ണമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗത്തുകൂടെ നമ്മളെ വിശദമാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. നമ്മുടെ നിക്ഷേപം അത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആൻസൈറ്റിയെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് വ്യത്യസ്തമായ 2 കാര്യങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ക്രിസ്തുവോടെ ചെയ്യുന്നത്. ഒന്ന്, ആങ്സൈറ്റിക്കുള്ള കാരണം. 2, ആങ്സൈറ്റിയെ എങ്ങനെ അതിജീവിക്കാം, വ്യാകുലതയെ എങ്ങനെ അതിജീവിക്കാം. ഈ 2 പ്രധാന കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രാരംഭത്തിൽ കർത്താവായ യേശു ക്രിസ്തു വിവരിച്ച് നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. ആങ്സൈറ്റിക്കുള്ള അല്ലെങ്കിൽ വിചാരത്തിനുള്ള അടിസ്ഥാന കാരണം ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച വേദവാക്യത്തിൽ അത് അവിടെ ഇംഗ്ലീഷ് ഭാഷാപ്രയോഗത്തിൽ ദെയർഫോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഭാഷാപ്രയോഗത്തിൽ മത്തായി വിവരിച്ച് പറയുന്നത്. ആങ്സൈറ്റി എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ വ്യാകുലത എന്ന് പറയുന്ന പദം നമ്മെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നത്തെ യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആങ്സൈറ്റി ഉണ്ടാകുന്നതിനുള്ള കാരണം നാം ക്രിയേറ്റ് ചെയ്യുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചാണ്,
ആ നിക്ഷേപം സ്വരൂപിക്കുന്നതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ കർത്താവായ യേശുക്രിസ്തുവോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ 22-ാം വാക്യത്തിലാണ്. 22-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നമ്മുടെ കണ്ണിന് രോഗമുള്ളതെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും എന്നുള്ള ഒരു ഭാഷാപ്രയോഗത്തിലൂടെ യേശു പറയുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം എന്താണെന്ന് യേശു ഒരു ക്ലൂ നൽകുകയാണ്. അതിൻ്റെ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആരോഗ്യമുള്ള കണ്ണ്. ആരോഗ്യമുള്ള കണ്ണിൻ്റെ അർത്ഥം കർത്താവ് നൽകുന്നത് നേരെ നോക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ പഴയ നോട്ടം അത് അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ അപകടകരമായ കാര്യത്തിലൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ കർത്താവ് നൽകുമ്പോൾ അതിന് 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ഉദാഹരണം കൂടെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. നമ്മളിൽ ഉണ്ടാകുന്ന സകല ആങ്സൈറ്റിക്കും വ്യാകുലതകൾക്കും കാരണം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന പാഠം. 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഇവിടുത്തെ പ്രശ്നം നമ്മൾക്ക് മനസ്സിലാകാൻ പാകത്തിന് കർത്താവായ യേശുക്രിസ്തു ഒരു വിശദാംശങ്ങൾ നൽകുകയാണ്. ഈ ലോകത്തിലെ സകല നന്മയും നമുക്ക് തരുന്നത് നമ്മുടെ മഹത്വത്തിനാണ്. പക്ഷേ നമ്മുടെ നിക്ഷേപങ്ങൾ ഇപ്പോൾ നമ്മളെ സേവിക്കുകയല്ല, നാം നമ്മുടെ നിക്ഷേപങ്ങളെ സേവിക്കുന്നവരായി നമ്മൾ മാറുന്നു എന്നുള്ള അപകടകരമായ കാര്യമാണ് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യേശു പറഞ്ഞത് ഒരേ സമയത്ത് 2 യജമാനനെ സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ആ ആൻസൈറ്റിക്ക് ഒരു ഉൾവലിവ് നമ്മൾ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അക്ഷരികമായ അർത്ഥം കർത്താവായ യേശുക്രിസ്തു അവിടെ നൽകുന്നുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം: യേശുവിനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു സ്നേഹിതനില്ലാതിരിക്കെ, യേശുവിനെ പോലെ സ്നേഹിക്കുന്ന നല്ല ഒരു സ്നേഹിതനെ ജീവിതത്തിൽ പരിചയപ്പെടുവാൻ കഴിയാതിരിക്കെ, നാം സുവിശേഷത്തെ മനസ്സിലാക്കുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ കൂടെയാണ് യേശു ഇവിടെ വരച്ചു കാട്ടുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ therefore, അതുകൊണ്ട് എന്ന് പറയുന്ന പദം 25-ാം വാക്യത്തിൽ ഇവിടെ എഴുത്തുകാരൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്കതിനൊരു പരിഹാരം നൽകാൻ കൂടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. നമ്മുടെ ആങ്സൈറ്റിയെ ഡയഗ്നോസ് ചെയ്യാൻ ക്രിസ്തു നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ എന്താണ് എന്ന് ഇവിടെ ക്രിസ്തു നൽകുന്ന ഒരു പാഠമാണ്. യേശു ആ പ്രിസ്ക്രിപ്ഷൻ നൽകുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു അർത്ഥമാക്കുന്നത് ഇതാണ്: സുവിശേഷം നാം നന്നായി മനസ്സിലാക്കുക എന്നുള്ള ഒരു പാഠമാണ്. 2, സ്വർഗസ്ഥനായ പിതാവിനെ നാം എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നുള്ള സത്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് 25-ാം വാക്യത്തിൽ അതുകൊണ്ട് അല്ലെങ്കിൽ therefore എന്ന് പറയുന്ന ആ പദം അവിടെ എഴുത്തുകാരൻ തൻ്റെ തൂലികയിലൂടെ ചലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് പറയുന്ന 3 പദങ്ങളാണ്. ഇത് നമ്മുടെ ദൈവമായി മാറിയിരിക്കുന്നു. പിതാവിനേക്കാൾ അധികമായി, ദൈവത്തെക്കാൾ അധികമായി ഇന്ന് മാനവ മനുഷ്യൻ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള ഒരു നിലയിലേക്ക് മനുഷ്യൻ മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പിതാവ് സകലത്തെയും ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്: നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുവീൻ. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് സകല പറവജാതിക്കും സകലതും നൽകുന്നു. നിങ്ങളത് ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളെ ആങ്സൈറ്റിയിൽ എത്തിക്കുന്ന ഈ 3 വിധ അപകടങ്ങളെ
എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നുള്ള കാര്യം പറയുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ഒരു സാദൃശ്യത്തിലൂടെ നമ്മളെ വിശദമാക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഈ പക്ഷിയേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ് ഞാനും നിങ്ങളും. ഈ പിതാവിൻ്റെ മക്കളായ നമുക്ക് ഈ പക്ഷികളെക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ വിശദമാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 33-34 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അപ്പോൾ ഒന്ന്, ശിഷ്യന്മാർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് കപടഭക്തിയല്ല, ശരിയായ ഭക്തിയാണ്. ആ ശരിയായ ഭക്തി ഒരു മനുഷ്യൻ ഉണ്ടാകുന്നില്ലെങ്കിൽ അവന് ഈ ദൈവരാജ്യത്തിലെ ഒരു നല്ല ശിഷ്യനാകാനായി സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. രണ്ട്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ആങ്സൈറ്റി ആണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലെ ചിന്താഗതികളിലേക്ക് എത്തി നമ്മൾ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യത്തിലൂടെ ക്രിസ്തു പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ചുള്ള വിചാരങ്ങളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് വേണ്ട എന്നല്ല കർത്താവ് പറയുന്നത്. ഇതൊക്കെ വേണം, പക്ഷേ അതൊരു ആങ്സൈറ്റിയുടെ തലത്തിലേക്ക് മാറിയാൽ, അതൊരു വിചാരപ്പെടലിൻ്റെ സാധ്യതയിലേക്ക് നമ്മൾ മാറിയാൽ നമ്മൾ അപകടത്തിലാകും. നമുക്ക് സ്വർഗസ്ഥനായ ദൈവത്തെ നോക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന ഒരു അപകടകരമായ സാഹചര്യങ്ങളെ ഒഴിവാക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ഈ പ്രിസ്ക്രിപ്ഷൻ എത്രയോ ഉത്തേജകമായ ഒരു സത്യമാണ് എന്നുകൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കലുകളിലൂടെ ക്രിസ്തു നമുക്ക് നൽകുന്ന മനോഹരമായ പാഠം, ഈ പക്ഷിയേക്കാൾ, ഈ പക്ഷി പറക്കുന്ന ആകാശമണ്ഡലങ്ങളെക്കാൾ അതിലപ്പുറത്ത് നമ്മുടെ ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ മകനായ എനിക്കും നിങ്ങൾക്കും, ആ പിതാവ് ഇരിക്കുന്ന ഇടത്തെ കാര്യാദികൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ആ അപ്പനെ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ, ആ അപ്പനെ ഹൃദയംഗമമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ആ അപ്പന് നമുക്ക് സകലതും നൽകാൻ, നിങ്ങൾ വ്യാകുലതപ്പെടുന്ന, നിങ്ങളെ ആശങ്കാകുലരാക്കുന്ന, നിങ്ങളെ അപകടകരമായ കപടഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വസ്തുതകളെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ഒരു ഭക്തനായി മാറാൻ ഈ ഗിരിപ്രഭാഷണം കർത്താവായ യേശുക്രിസ്തു ഒരു മാതൃകാപരമായ ഒരു ഉത്തേജകമായി നമുക്ക് നൽകുന്ന ഒരു പ്രതിവിധി എന്ന നിലയിലാണ് ഈ ഗിരിപ്രഭാഷണത്തെ നമുക്ക് നൽകുവാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആങ്സൈറ്റി നമുക്ക് ഇവിടെ വെടിയാം, നമ്മുടെ കപടഭക്തി നമുക്കിവിടെ വെടിയാം. ഇത് രണ്ടും ഇന്നും അപകടമാണ്, നാളെയും അപകടമാണ്, ഏത് കാലത്തും ഇത് അപകടമാണ്. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിൻ്റെ സൗന്ദര്യം കപടഭക്തിയിലല്ല, ആങ്സൈറ്റിയിലല്ല, ശരിയായ ഭക്തിയിലേക്ക്, സ്വർഗസ്ഥനായ പിതാവിനെ നോക്കുന്നതിലേക്ക്, അതാകണം നമ്മുടെ ഭക്തിയും നമ്മുടെ ശിഷ്യത്വവും.